ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരവിദ്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ബൈസൺ വാലിയിൽ എത്തിയിട്ടുണ്ട്. ഒരു നല്ല അടിപൊളി കർഷകനെ പരിചയപ്പെടാൻ പോവാണ്. ഇദ്ദേഹമാണ് ആ കർഷകൻ. ശ്രീനിവാസൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ഒന്ന് പരിചയപ്പെടുത്താവുന്നതാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് ശ്രീനിവാസൻ. ബൈസൺ വാലിയാണ്. ഇവിടെ വന്നിട്ടൊരു 60 വർഷം മേളിലായിട്ടുണ്ട്. സ്വന്തം അച്ഛൻ്റെയൊക്കെ സ്വദേശം പാലായാണ്. കുടിയേറ്റം കർഷകനാണ്. ആദ്യകാല കർഷകനാണ്. നമ്മുടെ ഇവിടുത്തെ ആനയോടും ഒക്കെ പടപൊരുതി ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ബൈസൺ വാലി എന്നാണ്. ഈ കാട്ടുപോത്തിൻ്റെ താഴ്വര എന്നാണ് ബൈസൺ വാലി എന്ന് പറഞ്ഞത്. അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തോടേക്ക് ഇങ്ങനെ ആന വരികയും ആനയോടും കാട്ടുപോത്തിനോടും മല്ലടിച്ച് ഇവിടെ ഒരു 70 വർഷത്തോളം ജീവിച്ച് ആ ഒരു ഇതിലാണ് കൃഷി ആരംഭിക്കുന്നത്. ആ കൃഷി ആദ്യകാലങ്ങളിലെല്ലാം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. നെല്ല്, പിന്നെ കപ്പ, വാഴ ഇങ്ങനെയൊക്കെ നട്ട് അതിന് കാവലൊക്കെ കിടന്ന് ഏറുമാടങ്ങൾ കെട്ടി ഏറുമാടങ്ങളിലാണ് ആദ്യകാലങ്ങളിലൊക്കെ താമസിച്ചിരുന്നത്. പിന്നീട് മണ്ണ് കൊണ്ടുള്ള വീടുകൾ ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെയാണ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഓടട്ടെ വ്യാവസായികമായിട്ട് കൃഷി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം കൃഷിയും ടൂറിസവും അതുപോലെ തന്നെ ഗാർഡനും ഇതെല്ലാം കൂടി സമ്മിശ്ര കൃഷിയാണ്. സംയോജിത കൃഷിയാണ്. ഓക്കെ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വരുമ്പോൾ ഞാനെന്നല്ല ഇവിടെ ആരും വരുമ്പോൾ ആദ്യം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഈ മുറ്റത്തെ നല്ല അടിപൊളി ഒരു ഗാർഡനാണ്. ഈ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പല ഇടങ്ങളിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മൾ ശേഖരിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവരണം. അതായത് അതിൻ്റെ സീഡുകൾ, പിന്നെ ഇതിനൊക്കെ ആണെങ്കിൽ പിന്നെ തണ്ടുകളാണ്, ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചാണ് നടുന്നത്. പലതും പല രീതിയിലാണ്, പല വെറൈറ്റികളാണ്. വിദേശത്തുള്ളതും സ്വദേശത്തുള്ളതുമായിട്ടുള്ള നിരവധി. അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൻ്റെ വൈഫാണിത് ചെയ്യുന്നത്. വൈഫിനെ സഹായിക്കാനായിട്ട് അമ്മയുണ്ട്, മകനുണ്ട്, പിന്നെ എല്ലാവരും തന്നെ ഉണ്ട്. നമ്മുടെ ഒരു വലിയൊരു ഗ്രൂപ്പുണ്ട്. അവരെല്ലാം നമുക്ക് ഈ ഗാർഡനിൽ നിന്ന് ആദ്യം തുടങ്ങിയാലോ? ചേച്ചി ഒന്ന് വിളിക്കാം. നമുക്ക് ചേച്ചിയോട് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാം. കാരണം ഒത്തിരി വർഷം, എത്ര വർഷം കൊണ്ട് ഇതൊരു 25 വർഷത്തെ അധ്വാനമുണ്ട്. 25 വർഷം കൊണ്ട് ഉണ്ടാക്കിയൊരു ഗാർഡനാണ്. അപ്പോൾ ഒത്തിരി വെറൈറ്റികൾ. നമുക്ക് ആ ചേച്ചിയെ വിളിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് കാണാം അല്ലേ? ആയിക്കോട്ടെ, ഓക്കെ. നല്ല തണുപ്പും ചെറിയ മൂടൽമഞ്ഞുമൊക്കെയുള്ള ദിവസത്തെ കൊച്ചു വെളുപ്പം കാലത്താണ് ഞാൻ മൂന്നാർ മലനിരകൾക്കിടയിലുള്ള സുന്ദര ഗ്രാമമായ ബൈസൺ വാലിയിലെ ഈ വീട്ടിലേക്ക് എത്തുന്നു. ഏലത്തോട്ടങ്ങൾക്ക് നടുവിലെ നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വീടും മുറ്റം നിറയെ ഇന്നത്തെ ദിവസത്തിന് സുഗന്ധം പകരാൻ കാത്തു നിൽക്കുന്ന പാതി വിടർന്ന പൂക്കളും. ഉമ്മറത്തെ അരബത്തിയിലിരുന്ന് കടുങ്കാപ്പിയും കുടിച്ചുകൊണ്ട് ഞാൻ ആസ്വദിച്ചത് ഈ ഉദ്യാനത്തിന്റെ ഭംഗിയുമാണ്. ഇത് ചൈനീസ് ബോൾസ് ആട്ടോ, ചൈനീസ് ബോൾസ്. ഇതിൻ്റെ ഒരു എത്ര കളറുണ്ട്? ഒരു 20ഓളം വെറൈറ്റി ഉണ്ട് കേട്ടോ. പല കളറുകളാണേ. ഇത് ജിറേനിയം, ഇത് സെൽവിയ. ബിഗോണിയയുടെ തന്നെ വിവിധ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് പോപ്സ്. ഇത് സാധാരണ നമ്മൾ ഓൺലൈനിൽ ബാംഗ്ലൂർ, ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. പിന്നെ ബോഗൻവില്ലയുണ്ട്. പിന്നെ ഇത് അസേലിയ കേട്ടോ. ഇത് വിവിധങ്ങളായിട്ടൊരു കളറുണ്ട്. ഇത് വൈറ്റ്, അത് റോസ്. എല്ലാ സീസണിലും പൂക്കളുണ്ടാകുന്ന ബോഗൻവില്ലയാണിത്. എല്ലാ സീസണിലും പൂവുണ്ടാവും. അതായത് ഒരു വർഷത്തിലൊരിക്കലല്ല, മറ്റുള്ള വർഷത്തിലൊരിക്കലാണ്. ഇത് ആൻഡ്രീനാസ് കേട്ടോ. ഇത് ആൻഡ്രീനാസ്. ഈ പൂവുള്ള ഇത് ഒരു 10-15 കളറുണ്ട്. ഇത് പണ്ടത്തെ പനിനീർ റോസയാണ്. മണമൊക്കെ മണമുള്ള പനിനീർ. ഡാലിക ഒരു 28 കളറുണ്ട്. 30-33 ഉണ്ടായിരുന്നു. പോയതാ പെറ്റൂണിയ. ഇത് പെറ്റൂണിയ. ഈ ചെറിയ കൊളാമ്പി പോലുള്ള അത് പെറ്റൂണിയ. അതിൻ്റെ വലുപ്പമുള്ള ഇത് കേട്ടോ. ഇത് പെറ്റൂണിയ. ഇതും പെറ്റൂണിയായ. അത് ലിഫ്റ്റിക്ക്. ഇതെല്ലാം നമ്മൾ പറഞ്ഞില്ല അസേലിയയുടെ വിവിധങ്ങളായ വെറൈറ്റി കേട്ടോ. ഇതുണ്ടോ, വൈറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, റെഡ് ഉണ്ട്, കാർണേഷ്യസ്. ഇതുണ്ടോ, മഞ്ഞുള്ള ഇരിക്കുന്നുണ്ട്, കാണാൻ ഒരു ഭംഗിയില്ല. അത് നല്ല രസമായിരുന്നു. ഇതൊരു 10-20 കളറുണ്ട്. പക്ഷെ ഇപ്പം മഞ്ഞ മാത്രമേ ആയതുള്ളൂ. ഒത്തിരി കളറുണ്ട് ഇത്. പിന്നെ ഡാലിയയുടെ കളക്ഷൻ. പിന്നെ അതുകൊണ്ടോ ഹോളിക്കുക്ക് എന്ന് പറഞ്ഞാൽ അതാട്ടോ. അത് ഹോളിക്കുക്ക്. അതൊക്കെ മൂന്നാറിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ അതൊരു ഒത്തിരി കളറുണ്ട് കേട്ടോ. 5-6 കളറുണ്ട്. വെള്ള, റെഡ്. ഹൈറേഞ്ചിലെ മോശമല്ലാത്ത ഒരു ഏലം കർഷകനാണ് ശ്രീനിവാസൻ.
എന്നാൽ അദ്ദേഹവും ഭാര്യയും വളരെ കാര്യമായി പരിപാലിക്കുന്ന വിശിഷ്ട വസ്തുക്കളാണ് മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ പൂച്ചെടികൾ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഇവരിവിടെ എത്തിച്ച് പരിപാലിക്കുന്നവയാണ് ഇവയെല്ലാം. ഏതാണ്ട് 25 വർഷത്തിന് മുകളിലായുള്ള തപസ്യ. പൊതുവെ മറ്റേത് വിളകളെക്കാളും പൂക്കളെ പരിപാലിക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടേറിയ ജോലിയാണ്. പലപ്പോഴും മനസ്സും അടുത്തു പോകുന്ന പണി. അതിന് 2-3 കാരണങ്ങളുണ്ട്. വ്യാവസായികമായി അല്ലാതെ വീട്ടുമുറ്റത്ത് ഭംഗിക്കായാണ് ഇവയെ പരിപാലിക്കുന്നതെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ അതിനേക്കാൾ സങ്കടം കേടുപാടുകൾ മൂലവും പരിചരണത്തിലെ ചെറിയ അശ്രദ്ധ മൂലവുമൊക്കെ ഇവ നശിച്ചു പോകുന്നതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ സ്ഥിരമായി പൂച്ചെടികളെ പരിപാലിക്കുക എന്ന ജോലിക്ക് ആരും അങ്ങനെ മെനക്കെടാറില്ല. അപ്പോഴാണ് കഴിഞ്ഞ 25 വർഷമായി ശ്രീനിവാസൻ ചേട്ടനും പത്നിയും ഈ പൂച്ചെടികളെ ഇത്ര കാര്യമായി പരിപാലിക്കുന്നത്. ഗോമൂത്രവും ഏലച്ചെടികൾക്ക് നൽകുന്ന ഫോളിയാർ വളങ്ങളും മാത്രമാണ് പ്രധാനമായും ഇവയ്ക്ക് നൽകുക. പുഷ്പിക്കാനുള്ള ഹോർമോണുകളോ മറ്റു ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും ഇവർ പരീക്ഷിക്കാറില്ല. എങ്കിലും ഈ മുറ്റത്ത് 365 ദിവസവും പൂക്കൾ കാണും. ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് ശ്രീനിവാസൻ ചേട്ടൻ്റെ ഏലകൃഷിയും ജാതി കൃഷിയും കുരുമുളക് കൃഷിയും ഒക്കെ. നമ്മൾ ഇവിടെ തന്നെ കാട്ടുപത്രി കാട്ടിൽ നിന്നുള്ള പത്രിയുടെ കായെടുത്ത് ഇവിടെ പാകിയിട്ട് അതിന്മേൽ ബഡ് ചെയ്യും. നാടൻ ജാതി ബഡ് ചെയ്തിട്ട് അത് ഏലത്തിനിടയ്ക്കൂടെ നമ്മൾ ഇടവിളയായിട്ട് ചെയ്യുകയാണ്. ജാതിയാണ് വെച്ച് വിടുന്നത്. എത്ര നാളുകൊണ്ട് കയറി വരും? ഒരു 6 വർഷം കൊണ്ട് ഇത് കയറി കായ്ക്കും. പിന്നെ ഇതിനിടവഴിയുള്ള പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ അതുമാതിരി കൊടിയിട്ട് വിടും. അങ്ങനെ കൊടി കൃഷിയുണ്ട്. അതായത് ഈ ഏലം നിൽക്കുന്ന സ്ഥലത്തെല്ലാം ഭയങ്കര കൃഷിയായിരുന്നു. ഈ കുരുമുളക് കൃഷി ഞങ്ങൾക്കൊക്കെ ഒരു 700 തുലാം മുളക് പറിച്ച സ്ഥലമാണ് ഇത്. ഇപ്പോൾ അത് പോയിട്ട് ഒരു 10-50 തുലാം മുളക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കുറഞ്ഞു വന്നു. അത് കാലാവസ്ഥയുടെ ഉണ്ട്, ദ്രുതവാട്ടം ഇങ്ങനെയുള്ള കേടുകൾ വന്നു ഇത് പോവുക ചെയ്തത്. അത് കഴിഞ്ഞാണ് പിന്നെ ഏലത്തിലേക്ക് കൃഷി മാറിയത്. ഏലത്തിലേക്ക് കൃഷി മാറി കഴിഞ്ഞപ്പോൾ ഏലം തന്നെ ആയാലും ശരിയാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ജാതി വിജയമായി തോന്നി. അങ്ങനെ ഏലത്തിൻ്റെ ഇടയ്ക്കൂടെ ഇടവിളയായിട്ട് ജാതി ചെയ്യുകയാണ്. ഒരു 20 അടി ഹൈറ്റിൽ നമ്മളിതിൻ്റെ ശിഖരങ്ങൾ കോതി നിർത്തും. അടി വരുന്ന ശിഖരങ്ങൾ കോതി നിർത്തിയിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ നിർത്തുകയുള്ളൂ. സ്വന്തം സ്ഥലം 5 ഏക്കറാണ്. ഈ 5 ഏക്കർ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമാണ് ഈ വിവിധങ്ങളായ കൃഷിയാണ് നമ്മൾ അവലംബിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ലീസിനെടുത്ത് കുറേ സ്ഥലമുണ്ട്. മുട്ടുകാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 8 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഏലം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഉണക്ക് വർദ്ധിച്ച് കഴിയുമ്പോൾ ഇത്തവണ നമ്മൾ നേരത്തെ തന്നെ വെള്ളമൊക്കെ അടിച്ച് നല്ല രീതിയിൽ നിർത്തിയിട്ടുണ്ട്. നല്ല ചെടിയാണ് ഇപ്പോൾ. ഈ 2 മാസങ്ങളിൽ നമ്മൾ പിന്നെ അഴുകൽ അല്ലെങ്കിൽ ഫംഗീസൈഡിന് മരുന്ന് കൊടുക്കും. നമ്മളത് തുരിശാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. തുരിശ് ബോഡോമിക്സറും അടിക്കും. 2 പ്രാവശ്യം. അത് അഴുകലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏപ്രിൽ മെയ് ഈ 2 മാസം 2 പ്രാവശ്യം തുരിശടിക്കും. ഈ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സീസൺ ഈ പ്രോപ്പർട്ടിയിൽ, അതായത് നമ്മുടെ സ്വന്തം 5 ഏക്കർ എന്നാണ് ഈ പ്രോപ്പർട്ടിയിൽ നല്ല ക്രോപ്പായിരുന്നു ഇത്തവണ. നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാനുള്ളത് കിട്ടി. പിന്നെ അപ്പോൾ ഏക്കറിൽ നിന്നൊരു 400 കിലോ വരത്തക്ക രീതിയിൽ വന്നിട്ടുണ്ട് ഇത്തവണ. ഈ സീസണിൽ വന്നിട്ടുണ്ട്. എന്നാൽ മറ്റ് പ്രോപ്പർട്ടികളിൽ നിന്ന് അത്രയും കിട്ടിയിട്ടുമില്ല. പ്രതിരോധിക്കാൻ നമ്മൾ എന്നാ ചെയ്യുന്നത്? അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചുവട്ടിൽ ചപ്പ് കൂട്ടി നമ്മൾ ഇത് നനച്ചിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെത്തനോ ബാക്ടീരിയ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഈ ഇല പൊള്ളാണ്ടിരിക്കാനായിട്ട് അത് അടിച്ചു കൊടുക്കും. ഇത് കാട്ടുപത്രിയാണ്. ഈ പത്രി പിന്നെ വേരുകൾ കൂടുതലുണ്ട്. മറ്റേ നാടൻ ജാതിയുടെ കൂടല്ല, വേരുകൾ, തായ് വേരുകൾ വലിയ വേരുകളാണ്. അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് വലിയ വൃക്ഷമാകുന്ന, വലിയ മരമാകുന്ന. ഇത് നമ്മൾ കൊണ്ട് നട്ടിട്ട് ഇത് പിന്നെ നാടൻ ജാതിയുടെ നല്ല കായ്ക്കുന്ന ജാതിയുടെ വുഡെടുത്ത് ഇതിന്മേൽ ബഡ് ചെയ്യും. ബഡ് ചെയ്താണ് നമ്മൾ ജാതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതാണ്. ഇത് കൂടുതലായി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇത്ര മാക്സിമം ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ബഡ് ചെയ്യും. ഇതെങ്ങനെയാണ് ബഡ് ചെയ്യുന്നത്? ഇത് ബഡ് ചെയ്യുന്നത് ഈ തൊലി ഇങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ അതേ വലിപ്പത്തിൽ തന്നെ നാടൻ ജാതിയുടെ തൊലി എടുത്ത് ഇതിന്മേൽ വെച്ചിട്ട് ബൈൻഡ് ചെയ്ത് 45 ദിവസം കഴിയുമ്പോൾ ഏകദേശം കട്ട് ചെയ്ത് കളയും. അന്നേരം ഇവിടെ നിന്ന് മുള കയറി വരും. അവിടെ നിന്ന് കിളുത്ത് കയറി പോകും, തട്ടായിട്ട് പോകും. അപ്പം ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ ഉണക്കേക്കില്ല. ഈ മരം എത്ര നാൾ കൊണ്ടായിക്കണം? ഇതൊരു 4 വർഷം. അത് കഴിഞ്ഞാൽ ബഡ് ചെയ്യാം.